ഇപ്പൊ ഈ പ്രണയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് സമൂഹത്തെ പേടിക്കുന്നോണ്ടാണോ? സമൂഹത്തെ പേടിക്കുന്നതാണ്. സമൂഹം ഒരു ഒരു വലയം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി അതിന് ചുറ്റും, ആ വലയത്തിന് ചുറ്റും അഗ്നിയാണ്. ഒരു ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. തൊട്ടാൽ പൊള്ളും, അല്ലെങ്കിൽ അപായപ്പെടും, അതല്ലെന്നുണ്ടെങ്കിൽ അപകീർത്തിപ്പെടും എന്ന് പറയുന്ന രീതിയിലേക്ക് ഓരോ മനുഷ്യന്റെയും മാനസികാവസ്ഥയെ ചുരുക്കി വെച്ചേക്കുകയാണ്. പക്ഷെ ഈ വലയത്തിന് വെളിയിലേക്ക് വരണം. ആ വെളിയിലേക്ക് വന്ന് മനുഷ്യന്റെ എല്ലാ ഫ്രീഡത്തിലൂടെയും ജീവിക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പ്രണയിക്കാൻ തോന്നിയാൽ പ്രണയിക്കണം. ഒരു യാത്ര ചെയ്യണം. പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും ഇത് പ്രാദേശികങ്ങളാണ്. ഒരുപക്ഷെ ഇവിടുത്തെ ആ ഒരു ചിന്താഗതി അല്ലായിരിക്കും നമ്മൾ കുറച്ചുകൂടെ ദൂരോട്ട് മാറിപ്പോകുമ്പോൾ. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പ്രാദേശികമായിട്ടുള്ള ചില കേരളത്തിന്റെ പുറത്ത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മളുടെ ഇവിടുത്തെ ചിന്താഗതി അല്ലായിരിക്കും ചിലപ്പോൾ അവിടുത്തെ ചിന്താഗതി. നമ്മൾ ഇവിടെ കാണുന്ന ചില അതിർവരമ്പുകളല്ലായിരിക്കും അവിടുത്തെ അതിർവരമ്പുകൾ. ഏത് രാജ്യത്ത് എത്തിക്കഴിഞ്ഞാലും പ്രണയം എന്ന് പറയുന്ന അതിന് എന്തോ ഒരു അല്ല, നിങ്ങൾ ഈ പ്രണയത്തെ എപ്പോഴും അവിഹിതമായിട്ട് കണക്ട് ചെയ്യരുത്. എനിക്ക് എൻ്റെ ഒരു സാധനം പറയാൻ കാര്യം പറഞ്ഞാൽ, ഇപ്പം എനിക്ക് ഇപ്പോൾ പേര് പറയുന്നില്ല, എനിക്കൊരു നടിയെ അവരുടെ പെർഫോമൻസ് പ്രകാരം എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, എൻ്റെ ഉള്ളിൽ ഞാൻ അവരെ പ്രണയിക്കുകയും ഞാൻ അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചിലപ്പോൾ അവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണുന്നുണ്ടാവില്ല. അവരോട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ സംസാരിക്കുന്നുണ്ടാവത്തില്ല. ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയക്കുന്നുണ്ടാവത്തില്ല. പക്ഷേ എനിക്ക് അവരോട് പ്രണയമാണെന്ന് എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ട് എനിക്ക് അവരെ പ്രണയിച്ചുകൂടെ? അത് അങ്ങനെ ചെയ്യാൻ പറ്റും. അവിടെ പ്രണയമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരാളെ പ്രണയിക്കുന്നതിന് വിവാഹിതനാണെന്നോ അല്ലെങ്കിൽ വിവാഹിതരാണെന്നോ അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥയാണെന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട. ഒരാളെ പ്രണയിക്കണമെന്നുണ്ടെങ്കിൽ ആ വികാരം നമ്മളത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മറ്റുള്ളവർ നമ്മളെ വീക്ഷിക്കുന്നതിലുള്ള തെറ്റാണ് പ്രശ്നം. നമ്മൾ ഒരുപക്ഷെ ഒരാളുടെ എഴുത്തായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ഒരുപക്ഷെ അവരുടെ സൗന്ദര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ എന്തെങ്കിലും പ്രവൃത്തികളായിരിക്കാം. പക്ഷെ നമ്മളത് ഒരു പൊതു ധാരയിൽ അത് പറയുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറ്. അപ്പോഴാണ് ഇത് അവിഹിതമായി മാറുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിനടുത്ത് ഒരു പോലീസ് പെട്രോളിങ് വന്നിരുന്നു. അതായത് വൈകുന്നേരം മദ്യപിച്ചേച്ച് പാസ് ചെയ്ത് പോകുന്നവരെ പൊക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം വാഹനത്തിൽ പോകുന്നവരെയാണ് വിളിക്കുന്നത്. നടന്നു പോകുന്നവരെ പോലീസിന് അത് വിഷയമല്ല. അടിച്ച് സെറ്റായി നടന്നു വന്ന ഒരാള് ആ പെട്രോളിങ്ങിന് നിന്ന പോലീസുകാരനോട് പറയാ, സാറേ അവിടെ 2 എണ്ണം മദ്യപിച്ചിട്ട് വണ്ടിയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഹെൽമെറ്റും ഇല്ല, അവന്മാരെ പൊക്കിയേക്കണമെന്ന്. അടിച്ച് സെറ്റായി നിൽക്കുന്ന ഒരാൾ പോലീസിന് വന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. മദ്യപിച്ച് നിൽക്കുന്നവനാണ് ഒരു മദ്യപാനിയെ മദ്യപിച്ചു എന്നുള്ളതിന്റെ ഒരു ഭീകരാവസ്ഥ അവിടെ കാണിച്ചു കൊടുക്കുന്നത്.